thanathruchiയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഓംലെറ്റ് ആണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 2 മുട്ടയും 2 ഉരുളക്കിഴങ്ങും ഒരു പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. വേവിച്ച ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒരുപാടങ്ങ് വെന്തു പോകാത്ത രീതിയിൽ വേവിച്ചെടുത്തതാണ് ഇത്. ഇനി വേണ്ടത് കുരുമുളക് പൊടിയും ഉപ്പും കോൺഫ്ലോറുമാണ്. കോൺഫ്ലോർ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതിയാവും. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും പച്ചമുളകും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി മുട്ട ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടായ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കും പോലെ തന്നെ ഇതിനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം വേവായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ 2 വശങ്ങളും ഇതുപോലെ തിരിച്ചിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല വേവായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഓംലെറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് തീർച്ചയായും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.